ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ മത്സരം നമ്മുടെ സ്മാർട്ട് ബോയ് 2.0 നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് ഓക്കെ നമ്മുടെ ഒരു സൈക്കിൾ സ്റ്റാൻഡർഡൈസ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ പിന്നെ ഗൈസ് നിങ്ങൾക്ക് അറിയുന്നവർ തന്നെ നമ്മൾ റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഓക്കെ ഇതെല്ലാം നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേരെ. ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഈ ഒരു റേസിൻ്റെ സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ ചെക്ക് പോയിന്റ് വെച്ചാണ് ഗീസൊക്കെ നമ്മൾ ഈ ഒരു റേസ് കളിക്കുന്നത്. അതായത് ചെക്ക് പോയിന്റുകളുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഒരിടത്ത് വീണാലും തൊട്ട് പുറകിലുള്ള ചെക്ക് പോയിന്റ് നമുക്ക് വന്ന് നിൽക്കാൻ പറ്റും ഗീസൊക്കെ. അതാണ് ഈ ഒരു റേസിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ഗൈസ് ഇപ്പം നിങ്ങൾ കാണാൻ നമ്മളൊരു റൗണ്ടിലുള്ള ഒരു വട്ടത്തിലൂടെയാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ് ഗൈസ് ഒക്കെ നമ്മുടെ ഫാസ്റ്റ് ചെക്ക് പോയിന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. യെസ് ഗൈസ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു. അതെ കണ്ടെയ്നർ കറങ്ങിയൊക്കെ വരുന്നുണ്ട് ഗൈസൊക്കെ, നമുക്ക് അതിൽ കയറി പോവാം. ഓക്കെ അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. ഓക്കെ തറവടി ആടിയിട്ടുണ്ട്. വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല ഇതുവരെ. നമുക്കിത് സ്പീഡിലങ്ങ് പോയേക്കാം. ഓക്കെ അപ്പോൾ പ്ലെയിൻ വഴിയാണ്, നമുക്ക് സ്പീഡിലങ്ങ് പോയേക്കാം. ഓ ഗ്യാപ്പ് കണ്ടില്ല, ഗ്യാപ്പ് കാണാനൊക്കെയുണ്ട്. ഓക്കെ ചടിക്കാൻ പറ്റും. യെസ് ഗൈസ് ഒക്കെ നമ്മുടെ ചെക്ക് പോയിന്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ താഴെ പോയപ്പോൾ നമ്മൾ ചെക്ക് പോയിന്റ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ ഗീസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ അറ്റംപ്റ്റിലോട്ട് കിടന്നിട്ടുണ്ട് ഗീസ്. ഓക്കെ നമ്മുടെ രണ്ടാമത്തെ അറ്റംപ്റ്റാണ് ഈ സംഭവത്തിലെ. പിന്നെ ഞാനിപ്പോൾ വേണ്ടത് മലപ്പുറം വേണ്ടതാണ് നമ്മുടെ ചെക്ക് പോയിന്റ് വർക്കിംഗ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി അത്, പക്ഷെ അത് വർക്കിംഗ് അല്ലായിരുന്നെങ്കിലുള്ള എൻ്റെ അവസ്ഥ. ഇതെന്തുവാടെ എനിക്ക് മാത്രം ഇത് പറ്റാത്തേ? ഇത് വലിയ ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഗൈസ് അപ്പോൾ കുറേ നേരമായിട്ട് ഞാനിവിടെ കിടന്ന് ഈ റേസ് കളിക്കുകയാണ്. ഇതുവരെ എനിക്ക് ഒരു സിമ്പിൾ സാധനം തീർക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഗൈസ്. അടുത്ത അറ്റംപ്റ്റാണ് ഇതെങ്കിൽ അത് ശരിയായാൽ മതിയായിരുന്നു. പക്ഷെ സൈക്കിള് വെച്ചായിട്ട് പോലും എനിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഭാഗ്യത്തിന് ചെക്ക് പോയിന്റ് ഉള്ളത്. ചെക്ക് പോയിന്റ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ആദ്യം മുതൽ ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇവിടം വരെ നിലവിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നിർത്തി പോകാതായിരിക്കും നല്ലത്. നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ ഇല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും തുടങ്ങേണ്ടി വന്നു. ഓക്കെ അപ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് ചെക്ക് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങൂന്ന് വരേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ചെക്ക് പോയിന്റ് ഉള്ളതുകൊണ്ട് അത്ര ഉപകാരം. ഇതിപ്പോൾ നമ്മൾ അടുത്ത ഒരു സംഭവത്തിലൂടെ നമ്മൾ ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഒന്ന് കാണുന്നത്. ഇതുവരെ ചെക്ക് പോയിന്റ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ സൂക്ഷിച്ചു പോകണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇപ്പോൾ ഈ ഒരു ഫാനിലൊക്കെ തട്ടുന്നുണ്ട്. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വിധത്തിലാണ് നമ്മൾ ഇതുവരെ പോകുന്നത്. ഇത് പഠിത്തൊരു ചാട്ടങ്ങളാണ്. ഓ ഫാൻ തട്ടി തട്ടി തെറിപ്പിച്ചിരുന്നുള്ള എൻ്റെ ഒരു അവസ്ഥ പറയാൻ പറ്റില്ല. ഇതുപോയാലും നമ്മളായാലും വീണ്ടും ഈ ഒരു പട്ടത്തിൻ്റെ മണ്ടക്കൂടെ ചവിട്ടിക്കൊണ്ട് പോവാണ്. നമ്മളിതാ വീണ്ടും ഒരു ചെരിഞ്ഞ പ്രദേശത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയൊരു പ്രോബ്ലമാണ്. ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത ചെക്ക് പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. കിട്ടിയില്ല കാണും. ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു സംഭവം ഇതാണ്. അതായത് ഇതിലേക്കൂടെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഇതിലൂടെ മെലിഞ്ഞ വഴി കയറണൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്കൂടെ ചവിട്ടുന്നുണ്ട്. ഗൈസ് ഓക്കെ നമ്മുടെ അടുത്ത ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇവിടെ കുറേ പെട്ടിയൊക്കെ എടുക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈക്കിൾ വിട്ടേണ്ടി വരുന്നുണ്ട്. ഇവർ പറയുന്നത് അങ്ങനെയാണ് ഗൈസ്, ഇടയിൽ കൂടെ സൈക്കിൾ വിട്ടേണ്ടി വരുന്നു. കുഴപ്പമില്ല. പിന്നെ ഗൈസ് നമ്മൾ അടി കൂടെ ഒക്കെ എടുത്ത് നൈസായിട്ട് കയറുവാണ്. വണ്ടി കൊടുക്കത്തെ ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ
നമ്മളിതാ വളച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, പാർത്തട്ടിൽ ഓക്കെ ഇട്ടു. ഈസോക്ക് വീണ്ടും ഈ നമ്മുടെ ഈ സൈക്കിളിന് പോകണത്തരം നീളമേ ഉള്ളൂ ഈസോക്ക് ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ചെറിയൊരു രീതിയിലുള്ള സ്ഥലത്ത് വീണ്ടും പിടിച്ചു. ഈസോക്ക് അതിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഇടയെ കൊണ്ട് ഇവയാണ് ഫാം വെച്ചിരിക്കുന്നത് ഈസോക്കെ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ കാര്യം ഇപ്പോഴാണ് അവിടെ കാര്യം ഞാൻ അറിയാതെ വണ്ടി നിർത്തിക്ക് താഴെ കിടന്നത്. പിന്നെ കുഴപ്പമില്ല, തൊട്ടടുത്ത് ചെക്ക് പോയിന്റ് ഉണ്ട് ഷോപ്പ്. ഉപയോഗിച്ച പോലെ നമ്മളിത് അടുത്തൊരു നീല കണ്ടെയ്നർ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, നമ്മളതിലോട്ട് കിടന്നിട്ടുണ്ട്. ഇത് ചെക്ക് പോയിന്റ് വരുന്ന ചെക്ക് പോയിന്റ് എടുക്കാനായിട്ടാണ് ചെക്ക് പോയിന്റ് കിട്ടിയ ചെക്ക് പോയിന്റ് ഇതാണോ? എവിടെ ചെക്ക് പോയിന്റിന്റെ തൊട്ട് മുമ്പേ വന്നിട്ട് സർക്കസ് കളി ഇത് കിട്ടിയില്ലായിരുന്നു, ഫ്രണ്ടി വന്നിട്ട് ചാവുകയെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ സിമ്പിളായിട്ട് ചാടി പോവാം. ഇതുവരെ ഇപ്പൊ ഞാൻ താഴെ ഉറപ്പാം. എവിടെ വീണ്ടും താഴെ പോവും. ഓക്കെ, ഞാനൊരു സംഭവം നോക്കില്ല, ഇവിടുത്തെ ഒറ്റച്ചാട്ടത്തിന് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ, നടന്നില്ല. ഓക്കെ ഇത് നമ്മളാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ചാടി പോകണം. ഇവിടെ വേണമെങ്കിലുള്ള അവസ്ഥ അതാണ് ഏറ്റവും വലിയ ഇവിടെയാണ്. വളരെ സിമ്പിളായിട്ട് തീർക്കാവുന്ന റേസ് എങ്ങനെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു, ഞാൻ കുറേ എടുത്തു. കുഴപ്പമില്ല കേസൊക്കെ നമ്മുടെ റേസ് എൻഡ് ചെയ്യാറായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ ഫ്ലാറ്റ് സർഫേസാണ്. ഇവിടേക്ക് ആരുടെ കൊണ്ട് മരം നട്ടു വെച്ചിരിക്കുന്നത് ഒന്നും കാണത്തുമില്ല. നേരെ പോയേക്കാം, നേരെ പോവാം. ഓക്കെ, മരം കുഴപ്പമില്ലായിരുന്നു, നേരത്തെ അറിഞ്ഞാൽ ജെറ്റിട്ട് വന്നത്. ഗൈസ് പേരെ നമ്മൾ നേരെ പോവാണ്. യെസ് ഗൈസ്, ഒക്കെ നമ്മുടെ ഫിനിഷ് പോയിന്റ് ഇതാ ഫ്രണ്ടിൽ. നമ്മൾ അങ്ങനെ നമ്മുടെ റേസ് ജയിച്ചേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെൽ പ്രതി ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം ഗൈസ്. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഇങ്ങനത്തെ കിടല വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സ്. സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേരാം ഗൈസ്. ഓക്കെ, ബൈ.